Bismillahirrahmanirrahim. Alhamdulillahi rabbil alamin. Wa sallallahu ta'ala ala khairi khalqihi Muhammadin wa ala alihi wa sahbihi wa man tabi'ahum bi ihsanin ila yawmiddin. Amma ba'du, ittaqullaha ibadallah. പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, സൂറ നിസായിലെ 129-ാമത്തെ ആയത്ത് മുതലാണ് ഇൻഷാ അല്ലാഹ് ഇന്ന് നമ്മൾ പഠിക്കുന്നത്. وَلَن تَسْتَطِيعُوا أَن تَعْدِلُوا بَيْنَ النِّسَاءِ وَلَوْ حَرَصْتُمْ فَلَا تَمِيلُوا كُلَّ الْمَيْلِ فَتَذَرُوهَا كَالْمُعَلَّقَةِ وَإِن تُصْلِحُوا وَتَتَّقُوا فَإِنَّ اللَّهَ كَانَ غَفُورًا رَحِيمًا وَإِن يَتَفَرَّقَا يُغْنِ اللَّهُ كُلًّا مِّن سَعَتِهِ وَكَانَ اللَّهُ وَاسِعًا حَكِيمًا. കുടുംബജീവിതത്തിലുണ്ടാകുന്ന അപസ്വരങ്ങളും പിണക്കങ്ങളുമൊക്കെ എങ്ങനെയാണ് പരിഹരിക്കേണ്ടത് എന്നതിനെക്കുറിച്ച് ഇസ്ലാം നമുക്ക് നൽകുന്ന നിർദ്ദേശങ്ങളാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിലൂടെയൊക്കെ മനസ്സിലാക്കിയത്. ഇനിയും തുടർന്നുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല അവസാനമായി പറഞ്ഞു വച്ചത് വഇൻ തുഹ്സിനു വതത്തഖൂ ഫഇന്നല്ലാഹ കാന ബിമാ തഅമലൂന ഖബീറ. നിങ്ങൾ ഇഹ്സാൻ ചെയ്യുകയാണെങ്കിൽ, തഖ്വയുള്ളവരാവുകയാണെങ്കിൽ, നിങ്ങളുടെ ഈ പ്രശ്നങ്ങൾക്കൊക്കെ പരിഹാരം കാണാവുന്ന വിധത്തിൽ തന്നെ നിങ്ങളുടെ മനസ്സുകളെ നിങ്ങൾക്ക് കൂട്ടിയിണക്കാവുന്നതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾ പ്രവർത്തിക്കുന്ന എല്ലാ കാര്യങ്ങളെക്കുറിച്ചും അതിസൂക്ഷ്മമായി അറിയുന്നവനാകുന്നു എന്നാണ്. ഏതൊരു പ്രശ്നത്തിനും പരിഹാരം കാണുമ്പോൾ ഖുർആൻ പറഞ്ഞത് വസ്സുൽഹു ഖൈർ, ഒത്തുതീർപ്പ്, രഞ്ജിപ്പ്, പരസ്പരമുള്ള ഇണക്കം, അതാണ് ശരിക്ക് എന്നും നിങ്ങൾക്ക് ഗുണകരമായിട്ടുള്ളത്, നന്മ നിറഞ്ഞതായിട്ടുള്ളത് എന്നാണ്. ഇങ്ങനെയൊക്കെയാണെങ്കിലും മനുഷ്യരായ നമ്മെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാകാവുന്ന പ്രശ്നങ്ങൾക്ക് ഇസ്ലാമിൽ പരിഹാരമുണ്ട്. പരിഹാരം നിർദ്ദേശിക്കാത്ത ഒരു പ്രശ്നങ്ങളും ജീവിതത്തിലില്ല എന്ന് തന്നെ നമുക്ക് കാണാൻ കഴിയും. ഖുർആനിൻ്റെ സാരോപദേശങ്ങൾ നമ്മൾ സ്വീകരിക്കുകയാണെങ്കിൽ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമുണ്ടായിത്തീരുകയും ചെയ്യും. ഇനി അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു കാര്യം കൂടി ഇവിടെ ഉണർത്തുന്നുണ്ട്. വലൻ തസ്തതിഉ അൻ തഅദിലു ബൈനൻ നിസാ വലൗ ഹറസ്തും. നിങ്ങൾ ആഗ്രഹിച്ചാലും ഒരിക്കലും നിങ്ങൾക്ക് സ്ത്രീകൾക്കിടയിൽ നീതി പാലിക്കാൻ കഴിഞ്ഞുകൊള്ളണമെന്നില്ല എന്നാണ്. എല്ലാ അർത്ഥത്തിലും 100% നീതി പാലിക്കുക. അപ്പോൾ ഒന്നിലധികം ഭാര്യമാർ ഉണ്ടാവുകയാണെങ്കിൽ, രണ്ടോ രണ്ടിൽ കൂടുതലോ ഭാര്യമാരുടെ കൂടെ കഴിഞ്ഞുകൂടുന്ന ഭർത്താക്കന്മാരെ സംബന്ധിച്ചിടത്തോളം, നേരത്തെ ഖുർആനിൽ നമ്മൾ സൂറത്തുൻ നിസായിലെ ആരംഭത്തിൽ തന്നെ പറഞ്ഞു, ഇണകൾക്കിടയിൽ നിങ്ങൾ നീതി പാലിക്കണം. എന്നാൽ എല്ലാ കാര്യങ്ങളിലും 100% നീതി പാലിക്കാൻ മനുഷ്യരായ നമുക്ക് കഴിഞ്ഞുകൊള്ളണമെന്നില്ല. അതുകൊണ്ടാണ് പ്രവാചക തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വരെ പ്രാർത്ഥിച്ചത്, അല്ലാഹുവേ, എനിക്ക് കഴിയുന്നത്ര, എനിക്ക് സാധ്യമാകുന്നത്ര എൻ്റെ ഭാര്യമാർക്കിടയിൽ ഞാൻ നീതി പാലിക്കുന്നുണ്ട്. ഇനി എൻ്റെ കഴിവിൻ്റെ അപ്പുറത്തുള്ള കാര്യങ്ങളിൽ വല്ലതും സംഭവിക്കുകയാണെങ്കിൽ അത് നീ എന്നോട് പൊറുക്കണമേ, ക്ഷമിക്കണമേ എന്നതാണ്. അതായത് എല്ലാവരെയും ഒരേപോലെ സ്നേഹിക്കാൻ കഴിഞ്ഞുകൊള്ളണമെന്നില്ല. സ്നേഹം, പ്രിയം, ഇഷ്ടം പോലെയുള്ള കാര്യങ്ങൾ എല്ലാവർക്കും തുല്യമായി വീതിച്ചു കൊടുക്കാൻ കഴിഞ്ഞുകൊള്ളണമെന്നില്ല. ഭൗതികമായ സൗകര്യങ്ങൾ, അവർക്ക് വേണ്ട പാർപ്പിടം, അവർക്ക് വേണ്ട ഭക്ഷണം, അവർക്ക് വേണ്ട വസ്ത്രം,
അവർക്ക് മറ്റ് രീതിയിലൊക്കെ നൽകേണ്ട പരിരക്ഷ, ഇതൊക്കെ തുല്യമായി കൊടുക്കാൻ കഴിയാൻ സാധിക്കും. മനുഷ്യൻ്റെ സാധ്യമായ കഴിവുകളിൽപ്പെട്ട അതാണ്. റസൂലുള്ളാഹി അതൊക്കെ ചെയ്തിട്ടുണ്ട് ഒരേപോലെ തന്നെ. ദിവസങ്ങളെ വരെ കൃത്യമായി പ്രവാചക തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വീതം വെച്ചു. മാത്രവുമല്ല എല്ലാ ദിവസവും എല്ലാവരെയും കാണുക, അവർക്ക് മുഖം കൊടുക്കുക എന്നുള്ള കാര്യത്തിലും പ്രവാചക തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിഷ്ഠ പുലർത്തി. ബാക്കിയുള്ള കാര്യങ്ങൾ, ഇന്ന് ഏതെങ്കിലും ഒരു ഭാര്യയോട് ഒരു ഇഷ്ടക്കൂടുതൽ ഉണ്ടാവുകയാണെങ്കിൽ അത് എന്തല്ല, നമ്മുടെ സാധ്യതക്കപ്പുറത്തുള്ളൊരു കാര്യമായിക്കൊണ്ടാണ് ഖുർആൻ തന്നെ വിശദീകരിച്ചിരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കഴിയില്ല എന്ന് പടച്ചോൻ ഈ ആയത്തിൽ പറയുന്നു. അപ്പോൾ നമ്മുടെ ചെയ്യാൻ കഴിയാത്തൊരു കാര്യം പിന്നെ എങ്ങനെയാണ് നടപ്പിലാക്കണമെന്ന് ഖുർആൻ പറയാം. വൈൻ ഖിഫ്തും അല്ലാ തഅദിലു ഫവാഹിദ എന്ന് ഇതിൻ്റെ ആദ്യം നമ്മൾ പഠിച്ചല്ലോ അല്ലേ? സൂറത്തുൻ നിസാഇൻ്റെ ആദ്യ ഭാഗത്ത് തന്നെ വൈൻ ഖിഫ്തും അല്ലാ തഅദിലു, നിങ്ങളുടെ ഭാര്യമാർക്കിടയിൽ നീതി പാലിക്കാൻ നിങ്ങൾക്ക് കഴിയില്ല, അത് നിങ്ങൾ പേടിക്കുകയാണെങ്കിൽ എന്ത് ചെയ്താൽ മതി? ഫവാഹിദ. അങ്ങനെയാണെങ്കിൽ ഒരു ഭാര്യനെ കല്യാണം കഴിച്ചാൽ മതി. അപ്പോൾ ഏകപത്നി വ്രതം എന്നതാണ് ഇസ്ലാം അനുശാസിക്കുന്നത്. ബഹുഭാര്യത്വത്തിന് ഇസ്ലാം അനുവാദം നൽകുന്നില്ല എന്നൊരു ദുർവ്യാഖ്യാനം ഈ രണ്ട് ആയത്തുകളെയും ചേർത്ത് വെച്ചുകൊണ്ട് ചിലരൊക്കെ പറയാറുണ്ട്. അങ്ങനെയല്ല. ആവശ്യമായ ഘട്ടത്തിൽ ഒരു വ്യക്തിക്ക് ബഹുഭാര്യത്വം സ്വീകരിക്കുന്നതിന് വിരോധമില്ല, എന്നാൽ അത് നിർബന്ധമല്ല. ഒരാൾ 2-3 പെണ്ണുങ്ങളെ കല്യാണം കഴിച്ചാൽ മാത്രമേ അവന് ശരിക്കും ഇസ്ലാമിൻ്റെ പൂർണ്ണത കൈവരിക്കുകയുള്ളൂ എന്ന് അങ്ങനെ ചില ധാരണ ചിലർക്കുണ്ട്. അതുമല്ല, അതൊരു അനുവദിച്ച കാര്യമാണ്. ചില കാരണങ്ങളാൽ സാഹചര്യങ്ങളാലൊക്കെ അത് വേണ്ടി വരും. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ സൂചിപ്പിക്കുകയുണ്ടായി. ആദ്യം വിവാഹം കഴിച്ച ഭാര്യ, അവർക്ക് പ്രസവിക്കാൻ കഴിയില്ല, വന്ധ്യയാണ്. അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായും ഒരു പുരുഷന് പിതാവാകാനുള്ള ആഗ്രഹമുണ്ടാകും. അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്, അവരെ തന്നെ നിങ്ങൾ സംരക്ഷിച്ചുകൊണ്ട് രണ്ടാമത് നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഒരു വിവാഹം കഴിക്കാനുള്ള അനുവാദം നൽകുന്നു. ഇങ്ങനെയൊക്കെയുള്ള നിത്യരോഗികളായി കഴിയുന്ന ആളുകളാണെങ്കിൽ അതേപോലെയുള്ള പ്രശ്നങ്ങളിൽ പരിഹാരം നിർദ്ദേശിക്കുകയാണ് ഇസ്ലാം ഇവിടെ ചെയ്യുന്നത് എന്ന് കൂടി നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ടാണ് ഇനി അടുത്ത ആയത്ത്, ഈ ആയത്തിൻ്റെ തന്നെ ചേർത്ത് വെക്കേണ്ട ഒരു ഭാഗമായി ഖുർആൻ പറയുന്നത്, നിങ്ങൾക്ക് കഴിയില്ല, നിങ്ങൾ എത്ര ആഗ്രഹിച്ചാലും എന്ന് പറഞ്ഞുകൊണ്ട് ഫലാ തമീലു കുല്ലൽ മൈൽ എന്നല്ലാഹു പറയുകയാണ്. നിങ്ങൾ ഒരാളിലേക്ക് പൂർണ്ണമായി ചാഞ്ഞു പോകുന്ന ഒരവസ്ഥ ഒരിക്കലും സ്വീകരിക്കാൻ പാടില്ല. അപ്പോൾ അത് അനീതിയായിരിക്കും. ഒന്നിലധികം ഭാര്യമാരുള്ള പുരുഷന്മാർ ഏതെങ്കിലും ഒരു ഭാര്യയിലേക്ക് പരിപൂർണമായി ചാഞ്ഞു പോകുന്ന ഒരു അവസ്ഥ ഉണ്ടാകാൻ പാടില്ല. കുല്ലൽ മൈൽ എന്ന് മാലയമീൽ പറഞ്ഞാൽ ചാഞ്ഞു എന്നാണ്, മൈൽ എന്ന് പറഞ്ഞാൽ ചായുക. അപ്പോൾ ഒരുത്തിയിലേക്ക് മാത്രം നിങ്ങൾ പരിപൂർണമായി ചാഞ്ഞു പോവുകയും ഫതദറുഹ കൽ മുഅല്ലക, എന്നിട്ട് മറ്റുള്ളവളെ നിങ്ങൾ കെട്ടിയിട്ടവളെ പോലെ ആക്കുകയും ചെയ്യരുത്. എന്ന് പറഞ്ഞാൽ അവരെ പരിഗണിക്കാതെ അവരെ വിവാഹമോചനം ചെയ്യുന്നുമില്ല, എന്നാൽ അവർക്ക് വേണ്ട പരിഗണനയോ അതേപോലെ തന്നെ സംരക്ഷണമോ സുരക്ഷിതത്വമോ അവർക്ക് വേണ്ട ആവശ്യങ്ങളോ ഒന്നും നൽകാതെ അവരെ കെട്ടിയിട്ടവളെപ്പോലെ നിങ്ങൾ ആക്കുകയും ചെയ്യരുത്. മുഅല്ലഖ എന്ന് പറഞ്ഞാൽ എന്താ? കെട്ടിയിടപ്പെട്ടവൾ, ബന്ധിക്കപ്പെട്ടവൾ എന്നാണ്. മുഅല്ലഖ എന്ന് പണ്ട് ഈ ജാഹിലിയ കാലത്തൊക്കെ അറബി കവികൾ കവിതാ സമാഹാരങ്ങൾ രചിച്ചുകൊണ്ട് അത് അവരുടെ ഗോത്രങ്ങൾക്കിടയിൽ മത്സരം നടത്തി അതിൽ നല്ല 1ാം സ്ഥാനം കിട്ടുന്ന കവിതയൊക്കെ കഅബയുടെ കില്ലകളിലും കഅബയുടെ ചുമരുകളിലുമൊക്കെ കെട്ടിത്തൂക്കി ബന്ധിച്ചു വെക്കാറുണ്ടായിരുന്നു. അങ്ങനെ 7 മഹാകാവ്യങ്ങൾ അവർ രചിച്ചിരുന്നു.
അൽ മുഅല്ലഖാത്തു സബ്, അതിന് മുഅല്ലഖ എന്നാണ് പറയുന്നത്. എന്തുകൊണ്ടാണ്? ആ കവിതാ സമാഹാരം അവിടെ കെട്ടിയിടും. അപ്പോൾ കെട്ടിത്തൂക്കുന്ന ഒരവസ്ഥ, കെട്ടിയിടപ്പെട്ട പോലെ സ്ത്രീകളെ നിങ്ങൾ ആക്കാൻ പാടില്ല. അവർക്കുള്ള പരിഗണനയും സുരക്ഷിതത്വവും സംരക്ഷണവുമൊക്കെ നിങ്ങൾ നൽകണം എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതിലൊക്കെ സ്വാഭാവികമായും എന്തുണ്ടാകും? മനുഷ്യന് ആരോഗ്യമുണ്ടാകും, രോഗാവസ്ഥ ഉണ്ടാകും, സൗന്ദര്യമുണ്ടാകും, സൗന്ദര്യ കുറവുണ്ടാകും. അങ്ങനെ പല സംഗതികളിലും മനുഷ്യർക്കിടയിൽ എന്ത് വരാം? ഈ നീതി പാലിക്കാൻ പറ്റാത്ത അവസ്ഥകൾ വരാം. അതുകൊണ്ട് നിങ്ങൾ മറ്റുള്ള ഭാര്യമാരെ അവരുടെ അവകാശങ്ങൾ നിഷേധിക്കപ്പെട്ട അവസ്ഥയിലേക്ക് തള്ളിവിടരുത് എന്നാണ് ഈ ആയത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. വഇൻ തുസ്ലിഹു വതത്തഖു, നിങ്ങൾ രഞ്ജിപ്പുണ്ടാക്കുകയും ഇണക്കമുണ്ടാക്കുകയും അള്ളാഹുവിനെ സൂക്ഷിക്കുകയും ചെയ്യുകയാണ് എങ്കിൽ ഫഇന്നല്ലാഹ കാന ഗഫൂറർ റഹീമ, നിശ്ചയമായും അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങളുടെ പാപങ്ങളെല്ലാം പുറത്തു തരുന്നവനും കരുണാമയനുമാകുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഈ കുടുംബജീവിതം, ദാമ്പത്യം, വൈവാഹിക ജീവിതം എന്ന് പറഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും അഡ്ജസ്റ്റ് ചെയ്ത് കഴിയേണ്ട ഒരു വലിയ രംഗമായിക്കൊണ്ടാണ് ഇസ്ലാം നമുക്ക് പഠിപ്പിച്ചിരുന്നത്. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തൻ്റെ അനുചരന്മാരെ ഉണർത്തിയത്, ലാ തഫ്റുഖ് മുഅ്മിനുൻ മുഅ്മിനത്തൻ, ഒരു വിശ്വാസിയും വിശ്വാസിനിയായ തൻ്റെ സഹധർമ്മിണിയോട്, ജീവിത സഖിയോട് അനിഷ്ടമോ വെറുപ്പോ പിണക്കമോ കാണിക്കരുത്. ഇൻ കരിഹ മിൻഹ ഖുലുഖൻ റളിയ മിൻഹ ആഖർ, നിങ്ങളുടെ പത്നിയിൽ നിന്ന് നിങ്ങൾക്ക് വെറുപ്പുളവാക്കുന്ന എന്തെങ്കിലും നിങ്ങൾ കാണുകയാണ് എങ്കിൽ, റളിയ മിൻഹ ആഖർ, നിങ്ങളെ തൃപ്തിപ്പെടുത്തുന്ന, നിങ്ങളെ സന്തുഷ്ടരാക്കുന്ന എത്ര കാര്യങ്ങളാണ് വേറെ നിങ്ങൾക്ക് അവരിൽ നിന്ന് ലഭിച്ചിട്ടുള്ളത്. അതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടാകുമ്പോഴേക്ക് എന്ത് ചെയ്യരുത്? പിണക്കം ഒഴിവാക്കുക, അവഗണിക്കുക എന്നുള്ള സ്വഭാവം ഉണ്ടാകരുത്. നിങ്ങളെ അതൃപ്തിയും അനിഷ്ടവും വരുത്തുന്ന എന്തെങ്കിലുമൊക്കെ ഉണ്ടായാലും റസൂല് പറഞ്ഞത് അപ്പുറം കൂടി നോക്കണം. അപ്പോൾ 100% നമ്മൾ വിചാരിച്ചതുപോലെ ആയിക്കൊള്ളണമെന്നില്ല. ആര്? പത്നിമാർ. അവർക്കും വിചാരത്തില്ലേ, അവർക്കും ആഗ്രഹങ്ങളില്ലേ, അവർക്കും സ്വപ്നങ്ങളില്ലേ. അവർ വിചാരിച്ചതുപോലെ, അവർ സ്വപ്നം കണ്ടതുപോലെ, അവർ ആഗ്രഹിക്കുന്നത് പോലെ 100% തൻ്റെ ഭർത്താവ് ഫിറ്റാണ് എന്നുള്ളതിന് വല്ലതും തെളിയിക്കാൻ നമ്മുടെ കയ്യിലുണ്ടോ? അതേപോലെ തന്നെ അപ്പം അങ്ങോട്ടും ഇങ്ങോട്ടുള്ള വിട്ടുവീഴ്ച, ഈ പ്രവാചകവചനം വളരെ പ്രസക്തമായ ഒരു സംഗതിയാണ്. അപ്പോൾ നമ്മുടെ ആഗ്രഹങ്ങൾ മാത്രമല്ല, അവരുടെ ആഗ്രഹങ്ങളും എന്ത് ചെയ്യണം? ഈ ജീവിതത്തിലേക്ക് ചേർത്ത് വെക്കണം. അതാണ് ഇൻ തുസ്ലിഹു, ഇസ്ലാഹ്, രഞ്ജിപ്പിനെ കുറിച്ചും ഐക്യത്തെക്കുറിച്ചും അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ പറയുന്നു എന്നതാണ്. ഇൻ തുസ്ലിഹു വതത്തഖു, നിങ്ങൾ ഐക്യവും രഞ്ജിപ്പും ഇണക്കവും ഉണ്ടാക്കുകയാണെങ്കിൽ, അതേപോലെ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ നിങ്ങൾ സൂക്ഷിക്കുകയും ചെയ്യുകയാണെങ്കിൽ കാന അല്ലാഹു ഗഫൂറർ റഹീമ, തീർച്ചയായും അല്ലാഹു നിങ്ങളുടെ ജീവിതത്തിൽ വരുന്ന സ്ഖലിതങ്ങളെ, വീഴ്ചകളെ, പോരായ്മകളെ, തെറ്റുകളെ, അബദ്ധങ്ങളെ പുറത്തു തരും. പഠിച്ചു അവൻ നിങ്ങളുടെ മേൽ കരുണ ചൊരിയുകയും ചെയ്യുമെന്നാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ വൈവാഹിക ജീവിതത്തിലേക്ക് പ്രവേശിക്കുന്ന സന്ദർഭത്തിൽ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ വകയായുള്ള ഒരു സ്നേഹോപഹാരം നമുക്ക് നൽകുന്നുണ്ട്. പുരുഷന് സ്ത്രീക്ക് ഉപഹാരം നൽകുന്നുണ്ട്, അല്ലേ? പുരുഷൻ സ്ത്രീക്ക് സമ്മാനം കൊടുത്തിട്ടാണ് എന്ത് ചെയ്യുന്നത്? അവരെ ദാമ്പത്യത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവരുന്നത്. അതൊരു കണ്ടീഷനാണ് വിവാഹം സാധുവാകാനുള്ള. മഹർ കൊടുക്കണം. പുരുഷന് സ്ത്രീക്ക് കൊടുക്കുന്ന വിവാഹ സമ്മാനമാണ് എന്ത്? മഹർ. ആ നേരത്ത് അള്ളാഹു 2 പേർക്കും കൂടി ഒരു സമ്മാനം കൊടുക്കുന്നുണ്ട്, പഠിച്ചവൻ്റെ സമ്മാനം. അതാണെന്ത്? വജഅല ബൈനക്കും മവദ്ദതൻ വറഹ്മ. മവദ്ദത്ത്, സ്നേഹം. സാധാരണയുള്ള മഹബ്ബത്തിനേക്കാൾ കൂടുതൽ തീവ്രമായ ഒരു മാനസിക ഭാവമാണ്, ഇഷ്ടത്തിൻ്റെയും പ്രിയത്തിൻ്റെയും ഭാവമാണെന്ത്?
മവദ്ദത്ത് എന്നത്. അള്ളാഹു അവൻ്റെ നാമങ്ങളിൽ വദൂദ് എന്ന് പറയുന്നുണ്ട്. വദ്ദ യവദ്ദു, വദൂദ്, അതിൽ നിന്ന് വന്നതാണെന്ത്? മവദ്ദത്ത്. വഹുവൽ ഗഫൂറുൽ വദൂദ്, നിങ്ങളോട് അങ്ങേയറ്റം അളക്കാനാവാത്ത, അളവറ്റ എന്നൊക്കെ പറയില്ലേ, അങ്ങനെയുള്ള സ്നേഹമുള്ളവനാണ് നിങ്ങളുടെ റബ്ബായ അള്ളാഹു. അതാണ്. അപ്പം സ്നേഹം, അനുരാഗം, ഇതെല്ലാം മനുഷ്യരുടെ മനസ്സിൽ അള്ളാഹു നിക്ഷേപിച്ചു കൊടുത്തുകൊണ്ടാണ്, ആ സമ്മാനമാണ് നൽകുന്നത്. ആദ്യമൊക്കെ സ്നേഹം ഉണ്ടാവും, പിന്നെ കുറച്ച് റഹ്മത്തും കൂടി ഉണ്ടാവും. അങ്ങോട്ടും ഇങ്ങോട്ടും എന്തും കൂടി കാണിക്കണം? കാരുണ്യവും കൂടി കാണിക്കണം. ഈ കാരുണ്യം ഏറ്റവും കൂടുതൽ പ്രകടമാകുന്നത് നമ്മുടെ വാർദ്ധക്യ സഹജമായ അവസ്ഥയിലാണ്, അല്ലേ? രണ്ടുപേരും ഇങ്ങനെ അവശരായി നേരത്തെ പോലെ പിന്നെ ജീവിച്ച പോലെയൊക്കെയുള്ള ചുറുചുറുക്കും അതേപോലെ തന്നെ ആ പ്രസരിപ്പും നഷ്ടപ്പെട്ടു പോകുന്ന സന്ദർഭത്തിലാണ് ഏറ്റവും കൂടുതൽ റഹ്മത്ത് കാണിക്കുക, അങ്ങോട്ടും ഇങ്ങോട്ടും കാരുണ്യം. ഇത് രണ്ടും പടച്ച തമ്പുരാൻ നമ്മുടെ മനസ്സുകളിൽ ഉണ്ടാക്കി തന്നിട്ടുണ്ട്. അത് അള്ളാഹു ഉണ്ട് എന്നതിന് തെളിവായിക്കൊണ്ട് 5-8 കാര്യങ്ങളെ ഇങ്ങനെ സൂറത്തു റൂമിൽ പറഞ്ഞതിൽ അള്ളാഹു എടുത്ത് പറയുന്ന കാര്യമാണ്. മിൻ ആയാതിഹി അൻ ഖലഖകും മിൻ തുറാബിൻ സുമ്മ ഇദാ അൻതും ബശറുൻ തൻതശിറൂൻ. മനുഷ്യൻ്റെ സൃഷ്ടിപ്പിനെ പറ്റി പറഞ്ഞുകൊണ്ടാണ് അള്ളാഹ് പറയുന്നത്. നിങ്ങളെ മണ്ണിൽ നിന്ന് അള്ളാഹു സൃഷ്ടിച്ചു എന്നത് അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തത്തിൽപ്പെട്ടതാണ്. പിന്നെ ഇതാ നിങ്ങൾ ഭൂമിയിലൂടെ ഒരു വിഭാഗമായി, ഒരു സമൂഹമായി ജീവിച്ചു കൊണ്ടിരിക്കുന്നു. സുമ്മ ഇദാ അൻതും ബശറുൻ തൻതശിറൂൻ വമിൻ ആയാതിഹി അൻ ഖലഖ ലക്കും മിൻ അൻഫുസികും അസ്വാജൻ ലിതസ്കുനു ഇലൈഹാ വജഅല ബൈനകും മവദ്ദതൻ വറഹ്മ ഇന്ന ഫീ ദാലിക ലആയാതിൻ ലിഖൗമിൻ യതഫക്കറൂൻ. ചിന്തിക്കുന്ന ജനങ്ങൾക്ക് അതിലെല്ലാം ദൃഷ്ടാന്തമുണ്ട് എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഉണർത്തുന്നത്. ഇനി നോക്കൂ, ഇങ്ങനെയൊക്കെ രഞ്ജിപ്പും അതുപോലെ തന്നെ നിങ്ങൾ തമ്മിൽ, ഭാര്യയോടും ഭർത്താവിനോടുമാണ് ആദ്യമായി എന്ത് ചെയ്യാൻ പറഞ്ഞത്? ഒത്തുതീർപ്പിലെത്താൻ പറഞ്ഞത്. ഫലാ ജുനാഹ അലൈഹിമാ അൻ യുസ്ലിഹാ ബൈനഹുമാ സുൽഹാ. നിങ്ങളുടെ മേൽ തെറ്റില്ല, എന്ത്? പരസ്പരം നിങ്ങൾ ഒത്തുതീർപ്പുണ്ടാക്കുന്നതിൽ ഒരിക്കലും നിങ്ങളുടെ മേൽ തെറ്റില്ല. നിങ്ങളാണ് ആദ്യമായി ഒത്തുതീർപ്പുണ്ടാക്കേണ്ടത് എന്ന് പറഞ്ഞ് അള്ളാഹു പറയുന്നു. ഇനി ഒത്തുതീർപ്പിലൂടെ നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ കഴിഞ്ഞില്ല എങ്കിൽ അങ്ങനെ ഉണ്ടാകാം. ഇനി ഒരുമിച്ച് പോകാൻ കഴിയില്ല എന്നൊരവസ്ഥ വരികയും അങ്ങനെ നിങ്ങൾ ഇരുവരും വേർപിരിയുകയുമാണ് എങ്കിൽ തഫറഖ യതഫറഖു വഇൻ യതഫറഖാ. ഇനി ഇരുവരും വേർപിരിയുകയാണ് എങ്കിൽ എന്ത് ചെയ്യും? നല്ല ഒരു മനസ്ഥിതിയോടുകൂടിയാണ് രണ്ടുപേരും വേർപിരിയുന്നത് എങ്കിൽ യുഗ്നില്ലാഹു കുല്ലം മിൻ സഅതിഹി എന്നാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ വിശാലമായ ഐശ്വര്യത്തിൽ നിന്ന് രണ്ടു പേർക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല എന്ത് നൽകും? സ്വാശ്രയത്വം നൽകും. ഈ ഭർത്താവിനെ ഒഴിവാക്കി വേറൊരു ഭർത്താവിൻ്റെ കൂടെ ജീവിക്കാനുള്ള സൗകര്യങ്ങൾ എന്ത് ചെയ്യും? അല്ലാഹു സുബ്ഹാനഹു വ തആല കൊടുക്കും. അതേപോലെ തന്നെ തൻ്റെ ഭാര്യയെ ഒഴിവാക്കി വേറൊരു ഭാര്യയുടെ കൂടെ ജീവിക്കാനുള്ള സൗകര്യങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകും. എങ്ങനെയാണ് എങ്കിൽ ഈ ദാമ്പത്യ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നിടത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങളോട് നിർദ്ദേശിച്ചിട്ടുള്ള നിയമങ്ങളെ, ഉപദേശങ്ങളെ കൃത്യമായി നിങ്ങൾ അനുവർത്തിക്കുന്നവരും അനുശീലിക്കുന്നവരുമായിട്ടുണ്ട് എങ്കിൽ ഇത് അള്ളാഹിൻ്റെ വക അല്ലാഹു സുബ്ഹാനഹു വ തആല ഓഫർ നൽകുന്നൊരു കാര്യമാണ്. യുഗ്നില്ലാഹു കുല്ലം മിൻ സഅതിഹി എന്നാണ്. ഓരോരുത്തർക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വാശ്രയത്വം നൽകും എന്നാണ്. അത് മിൻ സഅതിഹി, അള്ളാഹുവിൻ്റെ വിശാലമായ ഐശ്വര്യത്തിൽ നിന്ന് അത് അള്ളാഹു നൽകും. വകാന അല്ലാഹു വാസിഅൻ ഹകീമാ. അല്ലാഹു സുബ്ഹാനഹു വ തആല വിപുലമായ കഴിവുള്ളവനാണ്. വാസ്യ എന്ന് പറഞ്ഞാൽ എന്താ? നമുക്കുള്ള കഴിവ് പരിമിതമാണ്. അള്ളാഹിൻ്റെ കഴിവോ
വാസ്യമാണ്, നമ്മളത് ലയ്യക്കായതാണ്. നമുക്ക് കിട്ടിയതേ നമുക്ക് എടുക്കാൻ കഴിയുള്ളൂ, ഉപയോഗിക്കാൻ കഴിയുള്ളൂ. എത്ര കൊടുത്താലും തീരാത്തതാണ് ആരുടെ കയ്യിലുള്ളത്? അള്ളാഹുവിൻ്റെ കയ്യിലുള്ളത് എന്നാണ്. വകാന അല്ലാഹു വാസിഅൻ ഹക്കീമ, അള്ളാഹു വിശാലമായ കഴിവുള്ളവനും അവൻ യുക്തിമാനുമാകുന്നു. അള്ളാഹുവിൻ്റെ യുക്തിയാണ്, ആ യുക്തിപൂർണമായ നിർദ്ദേശങ്ങളാണ് ഈ കാര്യങ്ങളിലെല്ലാം അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകിയിട്ടുള്ളത്. ആയത്ത് നോക്കി നോക്കൂ. വലൻ തസ്തതിഉ അൻ തഅദിലു ബൈനൻ നിസാഇ വലൗ ഹറസ്തും ഫലാ തമീലു കുല്ലൽ മൈലി ഫതദറൂഹാ കൽ മുഅല്ലഖ വഇൻ തുസ്ലിഹു വതത്തഖൂ ഫഇന്നല്ലാഹ കാന ഗഫൂറർ റഹീമാ وإن يتفرقا يغن الله كلا من سعته وكان الله واسعا حكيما. ഇനി അവൻ്റെ ആധിപത്യത്തെക്കുറിച്ച് പറഞ്ഞു തുടങ്ങി. തഖ്വയെക്കുറിച്ച് നമ്മളെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഉത്ബോധിപ്പിക്കുകയാണ്. വലില്ലാഹി മാ ഫിസ് സമാവാതി വമാ ഫിൽ അർദ് വലഖദ് വസ്സൈനൽ ലദീന ഊതുൽ കിതാബ മിൻ ഖബ്ലികും വഇയ്യാകും അനിത്തഖുല്ലാഹ് വഇൻ തക്ഫുറൂ ഫഇന്ന ലില്ലാഹി മാ ഫിസ് സമാവാതി വമാ ഫിൽ അർദ് വകാന അല്ലാഹു ഗനിയ്യൻ ഹമീദാ. വലില്ലാഹി മാ ഫിസ് സമാവാതി വമാ ഫിൽ അർദ്, ആകാശങ്ങളിലും ഭൂമിയിലും ഉള്ളതെല്ലാം ആരുടെ ഉടമസ്ഥതയിലുള്ളതാണ്? അള്ളാഹുവിൻ്റെ ഉടമസ്ഥതയിലുള്ള. ഇതുപോലെയുള്ള അള്ളാഹുവിൻ്റെ പരമാധികാരത്തെക്കുറിച്ചും ഉടമസ്ഥാവകാശത്തെക്കുറിച്ചും നമ്മളെ ബോധ്യപ്പെടുത്തുന്ന ആയത്തുകൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഖുർആനിൽ കാണാൻ കഴിയും, അല്ലേ? കാരണം എന്താ? മനുഷ്യന്മാർക്ക് കിബറും അഹങ്കാരവും പൊങ്ങച്ചവും ഒക്കെ അധികമായും ഉണ്ടാകുന്നത് എപ്പോഴാണ്? മൂപ്പർക്ക് സാമ്പത്തികമായ സുസ്ഥിതി ഉണ്ടാകുമ്പോൾ, അധികാരം കൈവരുമ്പോൾ, അത്യാവശ്യത്തിന് ചെലവഴിക്കാനുള്ള പണം കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോഴാണ് അള്ളാഹിൻ്റെ നിർദ്ദേശങ്ങളൊക്കെ മറക്കുക. ഈ നീതി, അതേപോലെ തന്നെ ധർമ്മനിഷ്ഠ, ഇതൊക്കെ ജീവിതത്തിൽ പാലിക്കുന്നത് അവഗണിക്കാനുള്ളൊരു മനസ്സ് അപ്പോഴൊക്കെയാണ് വരിക. അപ്പോൾ ഇത് പഠിച്ചവൻ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് പിന്നെ പറയുന്നത് എന്താണെന്നോ? അള്ളാഹുവിനുള്ളതാകുന്നു, അള്ളാഹുവിൻ്റെ അധീനത്തിലുള്ളതാണ്. വലില്ലാഹി എന്ന് പറഞ്ഞാൽ എന്താ? അള്ളാഹുവിൻ്റെ അധീനത്തിലും അവൻ്റെ ആധിപത്യത്തിലുമുള്ളതാണ് ആകാശഭൂമികളിലുള്ളവയെല്ലാം. നിങ്ങൾക്ക് അതിൻ്റെ ഒന്നും ഉടമസ്ഥാവകാശം ഇല്ല, അള്ളാഹിൻ്റെതാണ് നിങ്ങൾ മനസ്സിലാക്കണം. അപ്പോൾ നമ്മുടെ കയ്യിലുള്ളത് ആരുതാണ്? അള്ളാഹുവിൻ്റെതാണ്. അവൻ എപ്പോഴാണോ ഉദ്ദേശിക്കുന്നത് അപ്പം അതൊക്കെ ഇല്ലാതായിത്തീരും. നമ്മുടെ ആരോഗ്യം കലാകാലം നമ്മുടെ കൂടെ ഉണ്ടാവുന്ന ഉറപ്പുണ്ടോ? കാലത്തിനനുസരിച്ച് ആരോഗ്യം ക്ഷയിച്ചു കൊണ്ടിരിക്കും. ഓരോ ദിവസം കഴിയുന്തോറും അത് ക്ഷയിച്ചു കൊണ്ടിരിക്കുകയാണ് ചെയ്യുക, അല്ലേ? സമ്പത്ത് ചിലപ്പോൾ എന്ത് ചെയ്യാം, അത് ഉണ്ടായി. ഇതേപോലെ സമ്പത്തും കാലാകാലം നമ്മുടെ കയ്യിൽ ഉണ്ടായിക്കൊള്ളണമെന്നില്ല. സ്ഥാനവും പദവിയും ഉണ്ടായിക്കൊള്ളണമെന്നുണ്ടോ? ഇല്ല. അതും അള്ളാഹുവാണത് കൊടുക്കുന്നത്, അള്ളാഹുവാണത് എടുക്കുന്നത് എല്ലാം. അതൊക്കെ ഖുർആനിൽ നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. എന്നിട്ട് അള്ളാഹ് പറയാണ്, വലഖദ് വസ്സൈനൽ ലദീന ഊതുൽ കിതാബ മിൻ ഖബ്ലികും, നിങ്ങൾക്ക് മുമ്പുള്ള വേദം നൽകപ്പെട്ട ആളുകളോട് നാം ഉപദേശം നൽകിയിട്ടുണ്ട്. തീർച്ച അവരോട് വസിയത്ത് കൊടുത്തിട്ടുണ്ട്. നമുക്ക് മുമ്പുള്ള വേദക്കാരായ ആളുകൾ, വേദം നൽകപ്പെട്ട എല്ലാവർക്കും, വഇയ്യാക്കും, അതേപോലെ നിങ്ങൾക്കും ഇതാ ഒരു വസിയത്ത് നൽകുന്നു. എന്താണത്? അനിത്തഖുല്ലാഹ്, നിങ്ങൾ തഖ്വയുള്ളവരാകണം, സൂക്ഷ്മത പുലർത്തുന്നവരാകണം. ഈ സംഗതി പറയുന്നിടത്തൊക്കെ ഇടയ്ക്കിടയ്ക്ക് കണ്ടോ, പ്രത്യേകിച്ച് കുടുംബജീവിതത്തിലും വൈവാഹിക ജീവിതത്തിൻ്റെ ഒക്കെ നിയമങ്ങളും നിർദ്ദേശങ്ങളും പറയുന്നിടത്തും
അനാഥകളുടെ സ്വത്ത് കൈകാര്യം ചെയ്യുന്നത് പറയുന്നിടത്തൊക്കെ എന്താണ് പടച്ചോൻ ഉണർത്തുന്നത്? നിങ്ങൾ തഖ്വയുള്ളവരാകണം, സൂക്ഷ്മത പുലർത്തുന്നവരാകണം എന്നാണ്. അത് വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്. ജീവിതത്തിൽ നമുക്ക് നേട്ടങ്ങൾ ഉണ്ടാകും. ഭൗതികമായ നേട്ടം പടച്ചോൻ അതുകൊണ്ടാണ് നൽകുന്നത്. ഉഖ്റവിയായ പാരത്രികമായ നേട്ടം എന്തുകൊണ്ടാണ് നൽകുന്നത്? തഖ്വ. അപ്പോൾ തഖ്വയാണ് നമ്മൾ കൂടുതൽ വർദ്ധിപ്പിക്കേണ്ട മാനസികമായ നമ്മുടെ ഏറ്റവും ശക്തമായ ഒരു ഭാവം. തഖ്വ മനസ്സിലുണ്ടാകണം എന്നതാണ്. ഒരാൾക്ക് ജീവിതത്തിലെ പ്രയാസത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള വഴി അല്ലാഹ് തുറന്നു തരുന്നത് എന്ത് പറഞ്ഞുകൊണ്ടാണ്? വമൻ യത്തഖില്ലാഹ യജ്അൽ ലഹു മഖ്റജാ. വല്ലവനും അല്ലാഹനെ സൂക്ഷിക്കുകയാണ് എങ്കിൽ, തഖ്വ ഒരാൾക്കുണ്ടെങ്കിൽ അവൻ അകപ്പെട്ടിട്ടുള്ള പ്രശ്നത്തിൽ നിന്ന് അല്ലാഹു അവനെ മോചിപ്പിക്കും. അവൻ്റെ ഇടങ്ങേറിൽ നിന്ന് പുറത്ത് കടക്കാനുള്ളൊരു വഴി, ഒരു എക്സിറ്റ് ആര് കൊടുക്കും? പടച്ചോൻ കൊടുക്കും. അതാണ് മഖ്റജ് എന്ന് പറഞ്ഞത്. എവിടെയാണോ നിങ്ങൾ കുടുങ്ങിയത് അവിടെ നിന്ന് പുറത്ത് കിടക്കണ്ടേ? അതിനെന്ത് വേണം? തഖ്വ നിങ്ങൾക്കുണ്ടോ? നിങ്ങൾക്കത് തരും. അതേപോലെ തന്നെ നമ്മുടെ കാര്യങ്ങൾ അള്ളാഹു എളുപ്പമാക്കി തരണമെങ്കിൽ, ഏത് കാര്യത്തിലും പ്രയാസം ഉണ്ടാവും മനുഷ്യൻ്റെതായ പ്രയാസങ്ങൾ. അപ്പോൾ കാര്യങ്ങളൊക്കെ എളുപ്പത്തിൽ അല്ലാഹുമ്മ യസ്സിർ ഉമൂറന കുല്ലഹാ ഫിദ്ദുനിയ വൽ ആഖിറ നമ്മൾ ദുആ ചെയ്യുന്നുണ്ടല്ലേ? അല്ലാഹുമ്മ യസ്സിർ വലാ തുഅസ്സിർ, പഠിച്ചോനെ എളുപ്പമാക്കണം, ഇടങ്ങേറാക്കരുത് എന്ന് പ്രാർത്ഥിക്കുന്നില്ലേ? ഈ എളുപ്പം നമുക്ക് കൈവരണമെങ്കിൽ വമൻ യത്തഖില്ലാഹ യജ്അൽ ലഹു മിൻ അംരിഹി യുസ്റാ. തഖ്വണ്ടോ കാര്യത്തിൽ എന്തുണ്ട്? യുസ്റുണ്ട്. തഖ്വ കുറയുന്നുണ്ടോ കാര്യങ്ങൾ എന്ത് ആകും? പ്രയാസകരമാകും. തഖ്വ കൂടുന്നതിനനുസരിച്ച് കാര്യങ്ങൾ എളുപ്പത്തിലാകും. തഖ്വ ഉള്ളതിനനുസരിച്ച് നിങ്ങൾക്ക് രക്ഷപ്പെടാനുള്ള വഴികൾ ജീവിതത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല തുറന്നു തരും. ഇപ്പം എത്ര കാര്യമായി? ദുനിയാവിൻ്റെ കാര്യം തന്നെ 2 എണ്ണമായി. ഇനി അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് നോക്കൂ. ഇനി എന്താണ് വേണ്ടത്? നിങ്ങൾക്ക് റിസ്ക് വേണം. റിസ്ക്കിന് വേണ്ടിയല്ല ഈ പരക്കം പായണ മനുഷ്യൻ മുഴുവനും. റിസ്ക്, ഉപജീവനം നമുക്ക് ലഭിച്ചു കൊണ്ടിരിക്കണം. അതിനും അല്ലാഹ് പറയുന്നുണ്ട് വമൻ യത്തഖില്ലാഹ യർസുഖുഹു മിൻ ഹൈസു ലാ യഹ്തസിബ്. മൂന്നാമത്തെ കാര്യം, ഇത് മൂന്നും ദുനിയാവാണ്. വിചാരിക്കാത്ത മാർഗത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് റിസ്ക് തരും. റിസ്ക്കിന് വേണ്ടി പല വഴികൾ നമ്മൾ സ്വീകരിക്കുന്നില്ലേ? കൃഷി ചെയ്യുന്നുണ്ട്, കൃഷിയിൽ നല്ല സമൃദ്ധമായ വിളവ് പടച്ചോൻ തരും. ബിസിനസ്, കച്ചവടം, അങ്ങനെ പല ഏർപ്പാടുകൾ നമ്മൾ ചെയ്യുന്നുണ്ട്. അതിൽ അപ്രതീക്ഷിതമായ നേട്ടങ്ങൾ ആര് തരും? അല്ലാഹു സുബ്ഹാനഹു വ തആല തരും. എന്ത് വേണം? വമൻ എത്തി. പഠിച്ചോനെ മറക്കണ്ട കേട്ടോ, പഠിച്ചോനെ മറക്കണ്ട. പഠിച്ചോൻ തുറന്നു തരും. ഇനി എന്താ പിന്നെ നമുക്ക് വേണ്ടത്? ഇനി നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങൾക്കൊക്കെ മഹനീയമായ പ്രതിഫലം അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഓഫർ നൽകുന്നുണ്ട്. വമൻ യത്തഖില്ലാഹ യുഅ്ലിം ലഹു അജ്റാ. അജ്റുൻ അലീം എന്ന് ഖുർആൻ പറഞ്ഞില്ലേ? അജ്റുൻ അലീം അതിന് താഴെയാണ് മറ്റൊക്കെ പറഞ്ഞത്. അജ്റുൻ കബീർ അലീമിന് താഴെയാണ്. അജ്റുൻ കബീർ, അതേപോലെ തന്നെ അജ്റുൻ ഗൈറു മംനൂൻ എന്ന് പറയുന്നുണ്ട്. അജ്റുൻ കരീം അതൊക്കെ അലീമിൻ്റെ താഴെയാണ്. അപ്പോൾ അങ്ങനെയുള്ള പ്രതിഫലം, നിങ്ങളുടെ പ്രതിഫലത്തെ അള്ളാഹു മഹനീയമാക്കും എന്നാണ് പറയുന്നത്. യുഅ്ലിം ലഹു അജ്റ, കൂലി കിട്ടണം. കാരണം വെയിറ്റ് ഉണ്ടാകണം. നമ്മുടെ നന്മ തൂക്കുമ്പോൾ അതിങ്ങനെ വെയിറ്റില്ലാത്ത കർമ്മങ്ങളായി മാറാൻ പാടില്ല. റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ പോലെ നമ്മളൊക്കെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. എൻ്റെ ഉമ്മത്തിൽപ്പെട്ട ചില ആളുകൾ ഉഹുദ് മലയോളം വലിപ്പമുള്ള അമലുമായിട്ട് വരും. കാണാൻ വലിയ പ്രൊജക്റ്റാണ് കേട്ടോ, വലിയ വലിയ പ്രൊജക്റ്റുകളാണ്. ഉഹുദ് മലയോളം വലിപ്പമുള്ളതായിട്ട് വരും. പക്ഷേ അത് അള്ളാഹിൻ്റെ ത്രാസിലിട്ട് തൂക്കി നോക്കുമ്പോൾ പഞ്ഞിക്കെട്ട് പോലെയാകും. അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ.
അപ്പോൾ നമ്മുടെ അമലുകൾക്കൊക്കെ അള്ളാഹ് പറഞ്ഞ ആ വെയിറ്റ് തന്നെ ഉണ്ടാകണം, അതിന് ഉണ്ടാകണം. അതുണ്ടാകണമെങ്കിൽ എന്ത് വേണം? ഒരു കണ്ടീഷനാണ് പഠിച്ചവൻ പറയുന്നത്. ആ 3 കാര്യം ദുനിയാവിയായ നേട്ടങ്ങളായി പറഞ്ഞു, 2 കാര്യം ഉഖറവിയായി നമുക്ക് കിട്ടുന്ന നേട്ടങ്ങളിൽ പറഞ്ഞാണൊന്ന് കൂലി മഹത്തരമായിരിക്കും. മറ്റൊന്നെന്താണെന്നോ, വമൻ യത്തഖില്ലാഹ യുകഫിർ അൻഹു സയ്യിആതിഹി. അള്ളാഹുവിനെ വല്ലവനും സൂക്ഷിക്കുകയാണെങ്കിൽ അവൻ്റെ ജീവിതത്തിൽ വന്നു പോയിട്ടുള്ള തിന്മകളെ അള്ളാഹു എന്ത് ചെയ്യും? അത് മായ്ച്ചു കളയും. തഖ്വക്കനുസരിച്ച് നമ്മുടെ തിന്മകളെ, തെറ്റുകളെ അല്ലാഹു സുബ്ഹാനഹു വ തആല നീക്കിക്കളയും. സുബ്ഹാനല്ലാഹ്. ഇത്ര ഈ 5 ഓഫറുകൾ ദുനിയാവിൽ 3 കിട്ടും, 2 പരലോകത്തും കിട്ടും. ഈ 5 ഓഫറുകൾ മാത്രമല്ല, പരലോകത്തെ ഏറ്റവും വലിയ ഓഫർ ഏതാ? ഓണം കഴിഞ്ഞില്ലേ, ബിസിനസ്സുകാരൊക്കെ എന്താ കൊടുത്ത്? ഓഫറാണ്. ഇനിയിപ്പോൾ വരാനുള്ള ഓഫറാണ്. ഇത് പഠിച്ചവൻ്റെ ഓഫറാണ്. അവിടെ ആളുകൾ കൂടും. ഓഫറുണ്ട്, കുറച്ച് വില കുറച്ചാൽ അവിടെ ആളുകൾ ഏതോ ഒരു കടയിൽ ഇടിച്ച് ചില്ലൊക്കെ പൊട്ടിച്ച്, കേട്ടോ, നിങ്ങൾ കണ്ടില്ലേ? ഓഫറുണ്ട് എന്ന് പറഞ്ഞിട്ടേ പിന്നെ ഷട്ടർ താത്താൻ പറഞ്ഞു, പ്രശ്നമായി. പോലീസ് വന്നു, മനുഷ്യന്മാർ തിരക്കിയിട്ടേ ആർത്തിയാണ് ഇവിടെ എന്തെങ്കിലും ഒന്ന് ആദായത്തിൽ കിട്ടുമോ എന്നുള്ളതിന്. അപ്പോൾ അതിനേക്കാളെല്ലാം വലുതെന്താണ്? സ്വർഗം കിട്ടാൻ എന്ത് വേണം? അതെന്താ പറഞ്ഞത്? ആർക്കുള്ള സ്വർഗം? ഇന്ന ലിൽ മുത്തഖീന മഫാസ. നിശ്ചയമായും തഖ്വയുള്ളവർക്കാണ് എന്തുള്ളത്? വിജയത്തിൻ്റെ സങ്കേതമായ സ്വർഗമുള്ളത്. വ ഉസ്ലിഫത്തിൽ ജന്നതു ലിൽ മുത്തഖീന ഗൈറ ബഈദ്. മുത്തഖീങ്ങളുടെ അരികിലേക്ക് വിദൂരമല്ലാത്ത നിലയിൽ സ്വർഗത്തെ അടുപ്പിച്ച് കൊണ്ടുവരുന്നു. നമ്മൾ അങ്ങോട്ട് പോകണ്ട, നമ്മുടെ അടുത്തേക്ക് ഇങ്ങോട്ട് വരും സ്വർഗം. അതിനൊക്കെ വേണ്ടത് എന്താണ്? തഖ്വ. അപ്പോൾ ഈ തഖ്വ എന്ന് പറഞ്ഞാൽ നമ്മുടെ നിസ്കാരത്തിൽ മാത്രം ഉണ്ടായാൽ പോരാ, നമ്മുടെ സുജൂദുകളിൽ മാത്രം ഉണ്ടായാൽ പോരാ, നമ്മുടെ ആരാധനാകർമ്മങ്ങളിൽ മാത്രം ഉണ്ടായാൽ പോരാ, നമ്മുടെ വൈവാഹിക ജീവിതത്തിലും നമ്മുടെ കുടുംബ ജീവിതത്തിലും നമ്മുടെ ദാമ്പത്യത്തിലും നമ്മുടെ വീടിൻ്റെ അകത്തളങ്ങളിലും ഒക്കെ എന്ത് വേണം? ഈ തഖ്വ വേണം. ഭാര്യ ഭർത്താവിനോട് സംസാരിക്കുമ്പോൾ അത് വേണം. ഭർത്താവ് ഭാര്യയോട് ഇടപഴകുമ്പോൾ എന്ത് വേണം? തഖ്വ വേണം. മക്കൾ രക്ഷിതാക്കളോട് അവർ സഹവസിക്കുമ്പോൾ അത് വേണം. മാതാപിതാക്കൾ മക്കളോട് സഹവസിക്കുമ്പോൾ എന്ത് വേണം? എല്ലായിടത്തും ഈ തഖ്വ വേണം എന്നതാണ് വളരെ പ്രധാനപ്പെട്ടതായി പറയുന്നത്. അതുകൊണ്ടാണ് ഖുർആൻ ഈ കാര്യം ഇതിൻ്റെയൊക്കെ ഇടയിൽ ഇങ്ങനെ പറയുന്നത്. ഇനി വഇൻ തക്ഫുറൂ, നിങ്ങൾ നന്ദികേട് കാണിക്കുകയാണ് എങ്കിൽ, അല്ലാഹ് പറഞ്ഞ ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ അവഗണിച്ചാണ് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നതെങ്കിൽ ഫഇന്ന ലില്ലാഹി മാ ഫിസ് സമാവാതി വമാ ഫിൽ അർദ്. ആദ്യം എന്താ പറഞ്ഞത്? വലില്ലാഹി മാ ഫിസ് സമാവാതി വമാ ഫിൽ അർദ്. ഈ ആയത്തിൻ്റെ അവസാന ഭാഗവും പറയുന്നത് എന്താണ്? ഫഇന്ന ലില്ലാഹി മാ ഫിസ് സമാവാതി വമാ ഫിൽ അർദ്. നിങ്ങൾക്കൊരു തോന്നലുണ്ട്, നിങ്ങളുടെ കയ്യിലൊക്കെ ഉള്ളത് നിങ്ങളുടെ അധികാരത്തിലും അധീനത്തിലും നിങ്ങളുടെ പ്ലാനും പദ്ധതിയും അനുസരിച്ച് കൈകാര്യം ചെയ്യാൻ പറ്റാവുന്നതുമാണ്. അങ്ങനെയല്ല. ഇതൊക്കെ കൈകാര്യം ചെയ്യുന്നവൻ ആരാണ്? അല്ലാഹു സുബ്ഹാനഹു വ തആല. ഫഇന്ന ലില്ലാഹി മാ ഫിസ് സമാവാതി വമാ ഫിൽ അർദ്. ആകാശഭൂമികളിൽ ഉള്ളതിൻ്റെ മുഴുവൻ പരമാധികാരി, അതിൻ്റെ ഉടമസ്ഥൻ അല്ലാഹു ആകുന്നു. മാത്രവുമല്ല വകാനല്ലാഹു ഗനിയ്യൻ ഹമീദ. നിങ്ങളുടെ ഒന്നും ആശ്രയം ആർക്ക് വേണ്ട? പഠിച്ചവനും വേണ്ട. നിങ്ങൾ നിസ്കരിക്കാതെ നോമ്പുൽക്കാതെ താന്തോന്നികളായി കുടുംബജീവിതം ഒന്നും വേണ്ട എന്ന് പറഞ്ഞ് വലിച്ചെറിഞ്ഞിട്ട് നടക്കാനാണ് ഭാവമെങ്കിൽ അള്ളാഹ്ക്ക് വല്ല കോട്ടോ അതുകൊണ്ട് വരുമോ? ഇതൊക്കെ നിങ്ങൾ പാലിക്കുകയാണെങ്കിൽ അതിൻ്റെ നേട്ടമാർക്കാണ്? നിങ്ങൾക്കാണ്, നിങ്ങളുടെ ജീവിതത്തിന്. കുടുംബം എന്നുള്ളത് നമ്മൾ വളരെ പവിത്രമായി കാണേണ്ട ഒരു കാര്യമാണ്. ഇസ്ലാം കുടുംബം. അതുകൊണ്ടാണ്
കുടുംബമായിക്കൊണ്ടാണ് മനുഷ്യൻ ഈ ഭൂമിയിൽ തന്നെ ജീവിതം ആരംഭിച്ചിട്ടുള്ളത്. ആദം അലൈഹിസ്സലാം ഒറ്റക്ക് അങ്ങോട്ട് വന്നത്, കൂടെ ആരുണ്ട്? ഹവ്വ അലൈഹിസ്സലാം ഉണ്ട്. ആദം നബിയെ സൃഷ്ടിച്ച് ഒരാൾ ഒരു പടപ്പിനെ മാത്രം മതി എന്ന് പറഞ്ഞു. മലക്കളോട് പറഞ്ഞപ്പോൾ എന്താ പറഞ്ഞത്? ഞാൻ ഇന്നീ ജാഇലും ഫിൽ അർളി ഖലീഫ. ആ ഖലീഫയെ സൃഷ്ടിച്ചതിന് ശേഷം അല്ലാഹു സുബ്ഹാനഹു വ തആല ആ വ്യക്തിയിൽ നിന്ന് തന്നെ, ആ നഫ്സിൽ നിന്ന് തന്നെ അതിനുള്ള ഇണയെയും സൃഷ്ടിച്ചു. വഖലഖ മിൻഹാ സൗജഹാ. കുടുംബമായിക്കൊണ്ടല്ലാതെ ജീവിക്കാൻ പറ്റൂല എന്ന് പറയുന്നത് ഇപ്പോഴത്തെ പുതിയ തലമുറയുടെ ട്രെൻഡ് എന്താണോ? എന്തുകൊണ്ടാണ് നമ്മൾ പഠിക്കേണ്ട ഒരു കാര്യമാണ്. കുട്ടികളോട് നോക്കുക, കല്യാണം പഠിത്തമൊന്നും വേണ്ട. എല്ലാ മക്കളുടെയും ചിന്ത എന്താണെന്നോ? ഞങ്ങൾ 2 കാലിൽ സ്വയം നിന്നിട്ട് സ്വയം പര്യാപ്തരായിട്ട് എന്ത് മതി? ഒരു വിവാഹം. എല്ലാവർക്കും ജോലിയാണ് ഇപ്പോൾ വേണ്ടത്. അതിനാണ് പഠിക്കേണ്ടത്. ഡിഗ്രി കഴിഞ്ഞാൽ പിന്നെ PG വേണം, PG കഴിഞ്ഞാൽ പിന്നെ ഡോക്ടറേറ്റ് വേണം, പിന്നെ എന്തെങ്കിലുമൊക്കെ തൊഴിൽ വേണം. എന്നിട്ട് വിവാഹം മതി എന്നുള്ളൊരവസ്ഥയിലേക്ക് പോവുകയാണ്. അതെന്തുകൊണ്ട് സംഭവിക്കുന്നു? ഇനി അവിടെ എന്തെങ്കിലുമൊക്കെ പ്രശ്നമോ പ്രയാസം ഉണ്ടെങ്കിൽ ധൈര്യപൂർവ്വം ഇറങ്ങി വരാം. അതുകൊണ്ട് തന്നെ കല്യാണം കഴിഞ്ഞ് ചിലപ്പോൾ 2-3 മാസങ്ങൾക്ക് ശേഷം തന്നെ എന്ത് നടക്കുന്നുണ്ട്? അതും നമ്മൾ പഠിക്കേണ്ട ഒരു സംഗതിയാണ്. ഡിവേഴ്സ് നടക്കുന്നുണ്ട്, വിവാഹമോചനം നടക്കുന്നുണ്ട്. എന്തുകൊണ്ട്? തവക്കുൽ നഷ്ടപ്പെട്ടിരിക്കുന്നു കുട്ടികൾക്ക്. അപ്പോൾ തവക്കുലില്ല. നീ ഇതൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ ജോലി കൊടുക്കേണ്ട ആരാണ്? പഠിച്ചോരല്ലേ. ആ ജോലിക്ക് സ്ഥിരത ഉണ്ടോ? അത് കാലാകാലം ഉണ്ടാവുന്നില്ലതിന് ഉറപ്പുണ്ടോ? ഈ ജോലി കിട്ടിയ ആൾ എത്ര കാലം ജീവിക്കുന്നുള്ളതിന് വല്ല ഉറപ്പുണ്ടോ? ഇതൊന്നും ചിന്തിക്കുന്നില്ല കുട്ടികൾ. പെൺകുട്ടികളെ കിട്ടാനില്ല എന്ന് എല്ലാവർക്കും പരാതി. ഇവിടെ കിട്ടാനുണ്ടോ? നമ്മുടെ നാട്ടിലൊക്കെ 3-4 മാസത്തിനൊക്കെ ഏതെങ്കിലും സുഹൃത്ത് വിദേശത്ത് നിന്ന് ഇവിടെ വന്നിട്ട് പെണ്ണ അന്വേഷിച്ച് ഇങ്ങനെ നടക്കുകയാണ്. ഓക്കിപ്പം വേണ്ട എന്നാണ് പറയുന്നത്. എല്ലാവരും മൈൻഡ് അങ്ങനെയായിട്ടുണ്ട്. എന്തുകൊണ്ടാണ്? ഇപ്പം പ്രായം കൂടുന്നൊരു പ്രശ്നം പെൺകുട്ടികൾക്കില്ല. ഇപ്പോൾ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹുവിൻ്റെ കാലഘട്ടത്തിൽ ഉണ്ടായ മാതിരി ചെറുപ്പക്കാർ നിറഞ്ഞു നിൽക്കുകയാണ്. പണ്ടൊക്കെ ആരായിരുന്നു? പെൺകുട്ടികൾ, യുവതികൾ നിറഞ്ഞ് നിൽക്കുന്ന കാലമായിരുന്നു. ഇപ്പോൾ നേരെ മറിച്ചാണ്. കുട്ടികൾക്ക് വേണ്ട എന്നാണ്, വിവാഹം വേണ്ട എന്നുള്ളൊരു കൺസെപ്റ്റിലേക്ക് ഇങ്ങനെ കുട്ടികൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ തവക്കുൽ നഷ്ടപ്പെടുന്നു എന്നുള്ളതാണ്. അപ്പോൾ എൻ്റെ ഭർത്താവ് അയാൾ മാന്യമായി അധ്വാനിച്ച് കൊണ്ടുവരുന്ന ആ വിഭവങ്ങൾ കൊണ്ട് മാന്യമായി ജീവിച്ച് കഴിയേണ്ടവളാണ് ഞാൻ എന്നൊരു ബോധം അള്ളാഹുവിൽ തവക്കുലാക്കി അങ്ങനെ ജീവിക്കാനുള്ള ഒരു മനസ്ഥിതി ഉണ്ടായാൽ പഠിച്ചോൻ എന്ത് ചെയ്യും? അതിലാണ് ബർക്കത്ത് കൊടുക്കുക, അതിലാണ് ഖൈർ കൊടുക്കുക. അല്ല ഇതൊക്കെ ഇവിടെ നേടിയെടുത്ത് ശരിയാക്കിയിട്ട് എനിക്ക് വിവാഹം മതി എന്ന് പറഞ്ഞാൽ പിന്നെ അത് ശരിയാകുന്നില്ല എന്തുറപ്പ് അവർക്കുള്ളത്. അതാണ് തവക്കുലിനെ കുറിച്ചുള്ള ഈ പാഠം കൂടി എന്ത് ചെയ്യേണ്ടത് ഉണ്ട്? നമ്മൾ പഠിക്കേണ്ടതുണ്ട്, നമ്മുടെ മക്കൾക്കത് പകർന്നു കൊടുക്കേണ്ടതുണ്ട് എന്നാണ് ഈ സന്ദർഭത്തിൽ ഉണർത്താനുള്ളത്. ഇവിടെ അവസാനം ഈ ആയത്ത് അവസാനിപ്പിക്കുന്നത് കൂടി നോക്കൂ. വകാന അല്ലാഹു ഗനിയ്യൻ ഹമീദ. അള്ളാഹു ഗനിയാണ്, ധന്യനാണ്, പരാശ്രയമുക്തനാണ്. നിങ്ങളെന്തെങ്കിലും ചെയ്തു കൊടുത്തിട്ട് അള്ളാഹുവിൻ്റെ ആധിപത്യവും പദവിയും സ്ഥാനവും ഒക്കെ നിലനിൽക്കുള്ളൂ നിങ്ങൾ എന്ത് ചെയ്യേണ്ടതില്ല, വിചാരിക്കേണ്ടതില്ല. ഈ നിയമങ്ങളും ഈ നിർദ്ദേശങ്ങളും ഈ സാരോപദേശങ്ങളുമൊക്കെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് അള്ളാഹു നൽകുന്നത് നിങ്ങൾ നന്നാകാൻ വേണ്ടിയാണ്. പഠിച്ചോൻ അതുകൊണ്ടാണ് ഈ ആയത്തിൻ്റെ തഫ്സീറുകളിൽ ഏത് തഫ്സീർ എടുത്താലും ഈ ഒരു ഖുദ്സിയ ഹദീസ് അതിൻ്റെ തഫ്സീറുകൾ നമുക്ക് കാണാൻ കഴിയും. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, യാ ഇബാദി, എൻ്റെ അടിമകളെ, ഇന്നക്കും ലൻ തബ്ലുഗു ദുർരി ഫതദറുനി, നിങ്ങൾ എന്നെ എത്ര ഉപദ്രവിച്ചാലും അത് എന്നെ ബാധിക്കുകയില്ല, പക്ഷേ നിങ്ങൾ എന്നെ ഉപദ്രവിച്ചുകൊണ്ടിരിക്കുകയാണ്. വലൻ തബ്ലുഗു നഫ്ഇ ഫതൻഫഉനി, നിങ്ങൾ എന്ത് ഉപകാരം ചെയ്യുകയാണെങ്കിലും ആ ഉപകാരം എനിക്കെന്ത് ചെയ്യൂല,
പ്രയോജനപ്പെടുകയില്ല. ലൗ അന്ന അവ്വലക്കും വ ആഖിറക്കും വ ഇൻസക്കും വ ജിന്നക്കും കാനൂ അലാ അത്ഖാ ഖൽബി റജുലി വാഹിദിൻ മിൻകും മാ സാദ ദാലിക ഫീ മുൽക്കി ഷൈആ. നിങ്ങളുടെ കൂട്ടത്തിലെ ആദ്യത്തെ ആള് അതാരാണ്? മനുഷ്യരുടെ കൂട്ടത്തിലെ ആദ്യത്തെ ആളാരാണ്? ആദം അലൈഹിസ്സലാം മുതൽ. നിങ്ങളുടെ കൂട്ടത്തിൽ അവസാനത്തെ ആൾ എന്ന് പറഞ്ഞാൽ ഈ ഭൂമിയിൽ ജനിക്കാനിരിക്കുന്ന അവസാനത്തെ മനുഷ്യൻ. അയാൾ ഏറ്റവും, അങ്ങനെയുള്ള മുഴുവൻ മനുഷ്യ സമൂഹവും അത്ഖാ ഖൽബി റജുലി വാഹിദിൻ മിൻകും, നിങ്ങളിലെ ഏറ്റവും തഖ്വയുള്ള സൂക്ഷ്മതാബോധമുള്ള ഒരാളാവുകയാണ് എങ്കിലും, മനുഷ്യന്മാരൊക്കെ തഖ്വയുള്ളവർ, വേറെ ആരുമില്ല എങ്കിലും, മാ സാദ ദാലിക ഫീ മുൽക്കി ഷൈആ, എൻ്റെ ആധിപത്യത്തിലോ അധികാരത്തിലോ അത് ഒരു വർധനവും ഉണ്ടാക്കുന്നില്ല. നേരെ മറിച്ചാണെങ്കിലും, യാ ഇബാദി ലൗ അന്ന അവ്വലക്കും വ ആഖിറക്കും വ ഇൻസക്കും വ ജിന്നക്കും, നിങ്ങളിലുള്ള ജിന്ന് ഇൻസ് വർഗത്തിൽപ്പെട്ട ആദ്യം മുതൽ അവസാനം വരെയുള്ള എല്ലാ ആളുകളും കാനു അലാ അഫ്ജരി ഖൽബി റജുലി വാഹിദിൻ മിൻകും, നിങ്ങളുടെ കൂട്ടത്തിലെ ഏറ്റവും താന്തോന്നിയായ ഒരു വ്യക്തിയെ പോലെ, തമ്മാടികളായി നിങ്ങൾ മുഴുവൻ ഇവിടെ ജീവിക്കുകയാണെങ്കിലും, മാ നഖസ ദാലിക ഫീ മുൽക്കി ഷൈആ, എൻ്റെ ആധിപത്യത്തിൽ അതുകൊണ്ട് വല്ല കുറവും സംഭവിക്കുമോ? നിങ്ങൾ ഏറ്റവും വലിയ തഖ്വയുള്ള ആൾക്കാരായി ജീവിച്ചാലും ഏറ്റവും വലിയ താന്തോന്നികളായി ജീവിച്ചാലും അള്ളാഹുവിൻ്റെ മുൽക്കിൽ അതൊരു വർധനവോ കുറവോ ഉണ്ടാക്കുകയില്ല. അതാണ് വലില്ലാഹി മുൽക്കുസ് സമാവാതി വമാ ഫിൽ അർദ്. ഇതിൻ്റെ ഒക്കെ ആധിപത്യം, അധികാരം ആർക്കാണ്? അള്ളാഹുവിനുള്ളതാണ്. ഇനി നിങ്ങൾ ചോദിച്ചിട്ട് പഠിച്ചവൻ നിങ്ങൾക്ക് തരികയെന്ന് വിചാരിച്ചോളി. മനുഷ്യന്മാരിങ്ങനെ ചോദിക്കുന്നുണ്ടല്ലോ പഠിച്ചവനോട്, അതും പറയുന്നുണ്ട്. യാ ഇബാദി, എൻ്റെ ദാസന്മാരെ, ലൗ അന്ന അവ്വലക്കും വ ആഖിറക്കും വ ഇൻസക്കും വ ജിന്നക്കും ഖാമൂ ഫീ സഈദിൻ വാഹിദ്, ആദം അലൈഹിസ്സലാത്തു വസ്സലാം മുതൽ ഈ ലോകത്തെ അവസാന മനുഷ്യൻ വരെ ഒരൊറ്റ പ്ലാറ്റ്ഫോമിൽ നിങ്ങൾ എഴുന്നേറ്റ് നിൽക്കുന്നു. ഖാമു ഫി സഈദിൻ വാഹിദ് ഫസഅലൂനി, നിങ്ങളെല്ലാവരും എന്നോട് ആവശ്യമുള്ളതെല്ലാം ചോദിക്കുന്നു. ഫഅഅതൈതു കുല്ല വാഹിദിൻ മസ്അലതഹു, നിങ്ങളുടെ എല്ലാ ആളുകൾക്കും എന്താണോ എന്നോട് ചോദിച്ചത് അതെല്ലാം നിങ്ങൾക്ക് നൽകുന്നു. എന്നാലോ മാ നഖസ ദാലിക മിമ്മാ ഇൻദി, എൻ്റെ അരികിലുള്ളതിൽ നിന്ന് യാതൊരു കുറവും നിങ്ങൾ ചോദിച്ചതൊക്കെ തന്നത് കൊണ്ട് സംഭവിക്കുമോ? അല്ലേ? അപ്പോൾ തന്നിട്ടില്ല, നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ കുറച്ച് കുറഞ്ഞിട്ടില്ലേ? കുറച്ച് കുറഞ്ഞിട്ടുണ്ട്. എത്രയാ കുറഞ്ഞത്? റസൂലുള്ളാഹി പറയാണ്, അള്ളാഹു പറയാണ്, ഇല്ലാ കമാ യൻഖുസുൽ മഖീത ഇദാ ഉദ്ഖിലൽ ബഹർ ഫിൽ ബഹർ, ഒരു സൂചി കടലിൽ മുക്കിയാൽ, മഹാസമുദ്രങ്ങളില്ലേ, ആ സമുദ്രങ്ങളിൽ ഒരു സൂചി മുക്കിയാൽ ആ സൂചിയുടെ തലപ്പിൽ ആ സമുദ്രജലത്തിൽ നിന്ന് എത്രയാണോ പോയത് അത്രേ നിങ്ങൾക്ക് നിങ്ങൾ എന്തൊക്കെ ചോദിച്ചാൽ അല്ലാഹ് അതൊക്കെ നിങ്ങൾക്ക് തന്നാലും കുറയുള്ളൂ. അവനാണ് ആര്? അല്ലാഹു സുബ്ഹാനഹു വ തആല. എന്നിട്ടാ ഈ ബഡായും അതേപോലെ തന്നെ ഈ സമ്പത്തും ഈ തറവാടിത്വവും കുലീനതയും ഒക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് മനുഷ്യന്മാർ തമ്മിൽ എരപ്പാക്കുന്ന വിധത്തിൽ, കുടുംബ ബന്ധങ്ങളും കുടുംബജീവിതമൊക്കെ ശിഥിലമാക്കുന്ന രൂപത്തിൽ പരസ്പരം വെറുപ്പ് പ്രസരിപ്പിച്ചുകൊണ്ട് നിങ്ങൾ നടക്കുന്നത്. അതുകൊണ്ടാണ് സുൽഹ്, തഖ്വ, ഇഹ്സാൻ, അതിലേക്ക് നിങ്ങൾ എന്ത് ചെയ്യണം? വരണം. നിങ്ങൾക്ക് സമാധാനത്തോടു കൂടി ഇവിടെ കഴിയാനാണ് പഠിച്ചതൊക്കെ പറയുന്നത്. നമ്മുടെ മനസ്സമാധാനം, നമ്മുടെ ശാന്തി, നമ്മുടെ ഐക്യം, നമ്മുടെ ഒരുമ, ടെൻഷനില്ലാത്ത, പിരിമുറുക്കമില്ലാത്ത ഒരു ജീവിതം നിങ്ങൾക്ക് നൽകാൻ വേണ്ടിയാണ് ഇതൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുന്നത്. ഈ ഹദീസ് ഒന്ന് അവസാനിപ്പിക്കാം കേട്ടോ. ഈ ഖുദ്സിയ ഹദീസിൻ്റെ ഒരു പരിസമാപ്തി കൂടിയുണ്ട്. അപ്പോൾ നമ്മളൊക്കെ എന്ത് ചോദിച്ചാലും അള്ളാഹ് നമുക്ക് തന്നാൽ, അള്ളാഹിൻ്റെ അടുത്ത് നിന്നില്ല കുറയാണെങ്കിൽ എത്ര കുറയാന്ന് പറഞ്ഞില്ലേ? അതിൻ്റെ ഉപമ റസൂൽ പറഞ്ഞെന്നില്ലേ? ഒരു സൂചിത്തലപ്പിൽ പറ്റിപ്പിടിച്ച ജലകണിക പോലെ
തരുന്നുണ്ടല്ലോ, അപ്പോൾ കുറേ അത്രയേ ഉള്ളൂ എന്നാണ് പറയുന്നത്. ഈ യാ ഇബാദി ഇന്നമാ ഹിയ അഅ്മാലുക്കും ഉഹ്സിഹാ ലക്കും, എൻ്റെ ദാസന്മാരെ, നിങ്ങളുടെ കർമ്മങ്ങളാണ് നിങ്ങളുടെ കൂടെയുള്ളത്, നിങ്ങൾക്ക് വേണ്ടി ഞാനതെല്ലാം രേഖപ്പെടുത്തി വെക്കും. സുമ്മ ഉവഫീകും ഇയ്യാഹ, പിന്നീട് അതിന് കൃത്യമായി ഞാൻ നിങ്ങൾക്ക് പ്രതിഫലം നൽകും. വഫ യുവഫി പറഞ്ഞാൽ പൂർത്തിയാക്കി നൽകും. പഠിച്ചോൻ കൂലി കൊടുക്കുകയാണെങ്കിൽ ഒരു കുറവുണ്ടാവില്ല. അതാണ് വഫ എന്ന് പറയുന്നത്. പൂർത്തിയാക്കി നൽകും, നടപടിയാക്കിയിട്ട് എന്നാണ് പറയുന്നത്. ആ സന്ദർഭത്തിൽ നിങ്ങൾക്ക് കൂലി തരുന്ന ഒരു കാലുണ്ടല്ലോ, ആ ഒരു ദിവസം ഉണ്ടല്ലോ, ആ ഒരു സമയമുണ്ടല്ലോ, അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ പ്രതിഫലത്തിൽ ഖൈറ് കണ്ടാൽ എന്ത് പറയണം? അൽഹംദുലില്ലാഹ്, അല്ലാഹുവിനെ സ്തുതിച്ചോളി. വമൻ വജദ ഗൈറ ദാലിക്, അതല്ലാത്ത വല്ല അവസ്ഥയും പ്രതിഫല നേരത്ത് നിങ്ങൾ കാണുകയാണെങ്കിൽ ഫലാ യലൂമന്ന ഇല്ലാ നഫ്സു, എല്ലാവരും അവനവനെ ശപിച്ചാൽ മതി. ആരെ നേരെ തിരിയണ്ട? അള്ളാഹിൻ്റെ നേരെ തിരിയണ്ട, റസൂലിനെ നേരെ തിരിയണ്ട, ദീനിൻ്റെ നേരെ തിരിയണ്ട. ഇസ്ലാമിൻ്റെ വിവാഹ നിയമങ്ങളുടെ കുറവാണത് എന്ന് ആരും പറയണ്ട. നിങ്ങൾ നിങ്ങളെ തന്നെ ശപിച്ചാൽ മതി എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. ഈ ആയത്തും അവസാനിക്കുന്നത് എങ്ങനെയാണ്? വകാന അല്ലാഹു ഗനിയ്യൻ ഹമീദ, അള്ളാഹുവിൻ്റെ ഹിന, അവൻ്റെ പരാശ്രയത്വം എത്രമേലുണ്ട് എന്നാണ് ഈ ഖുദ്സിയായ ഹദീസ് നമുക്ക് വിശദീകരിച്ചു തരുന്നത്. ഇനിയും നോക്കൂ, വലില്ലാഹി മാ ഫിസ് സമാവാതി വമാ ഫിൽ അർദ്. എന്താ പഠിച്ചോ ഇതന്നെ നമ്മൾ ഓർമ്മപ്പെടുത്തുന്നത്? മനുഷ്യനിങ്ങനെ ഒരു തോന്നലുണ്ടായിട്ടാണ്. ആ തോന്നലിൽ നിന്ന് എന്ത് ചെയ്യണം? അവൻ മുക്തനാകണം. ഇത് നിങ്ങളുടേതല്ല, നമ്മുടെ ശരീരം നമ്മുടേതാണ് അല്ലേ? ആണോ? അല്ല. ശരീരത്തിൻ്റെ ഏതെങ്കിലും ഒരു അവയവം നമ്മുടെ ഉടമസ്ഥതയിലുള്ളതാണോ? പിന്നെന്തിനാണ് നിങ്ങളത് വിൽക്കണത്? കിഡ്നി വിൽക്കണില്ലേ? കിഡ്നി കൊടുത്തിട്ട് വില വാങ്ങുന്നുണ്ട് മനുഷ്യന്മാർ, രക്തം കൊടുത്തിട്ട് അതിൻ്റെ പൈസ വാങ്ങുന്നുണ്ട് മനുഷ്യന്മാർ. ഒരു സാധനം വിൽക്കാനുള്ള അധികാരം ഉണ്ടാകണമെങ്കിൽ എന്ത് വേണം? ഉടമസ്ഥാവകാശം വേണം. നിങ്ങൾ അയലോക്കത്തെ ഏതെങ്കിലും സാധനം എടുത്തിട്ട് നിങ്ങൾ വിൽക്കുമോ? അയലോക്കത്തെ മുറ്റത്ത് നിർത്തിയിട്ട കാറ് നിങ്ങൾക്ക് വിൽക്കാൻ അധികാരമുണ്ടോ? ഇല്ല. എന്തുകൊണ്ടില്ല? അത് നിങ്ങളുടെ ഉടമസ്ഥതയിൽപ്പെട്ടതല്ല. അപ്പം നമ്മുടെ ശരീരം നമ്മുടെ ഉടമസ്ഥതയിൽപ്പെട്ടാണോ? കണ്ണ് കൊടുത്തിട്ട് അതിന് വില വാങ്ങാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ അവയവങ്ങൾ വിൽക്കാൻ പറ്റൂല. എന്ത് ചെയ്യുക? ദാനം ചെയ്യുക. നമുക്ക് ദാനമായി കിട്ടിയാണ്, നമുക്ക് എന്തെങ്കിലും ഒരാൾ സമ്മാനം തരികയാണെങ്കിൽ എന്ത് ചെയ്യുക? നമുക്ക് ഉപയോഗിക്കാം. ആ സ്പെയറുകളിലൊക്കെ എന്ത് ചെയ്യുക? നമുക്ക് കൊടുക്കുന്നതിന് വിരോധമല്ല എന്നാണ് ആ വിഷയത്തിൽ പണ്ഡിതന്മാർ അഭിപ്രായപ്പെട്ടിട്ടുള്ളത്. കിഡ്നി, ഇപ്പോൾ ഭർത്താവ് ഭാര്യയ്ക്ക് കിഡ്നി കൊടുക്കുന്നുണ്ട് അല്ലേ? കരളൊക്കെ ഓപ്പറേഷൻ ചെയ്യുന്നില്ലേ? കരൾ മുറിച്ച് പകുത്ത് കൊടുക്കുന്നുണ്ട്. കരൾ മുറിക്കാൻ പറ്റില്ല അവയവ എന്ന് പ്രവാചകൻ്റെ ഒരു വചനത്തിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം. ഫാത്തിമ ഖിത്അത്തു കബിദി എന്ന് പറയുന്നുണ്ട്. നബി കരളിനെ അവിടെ മുറിച്ചിട്ടുണ്ട്. ഫാത്തിമ എൻ്റെ കരളിൻ്റെ കഷ്ണമാണ്. മുറിക്കാൻ പറ്റുമ്പോഴല്ലേ കഷ്ണമുള്ളൂ. അത് മുറിച്ച് കരളാണ് എന്നൊക്കെ, എൻ്റെ കരളെ എന്നൊക്കെ പറയില്ലേ? അതൊരു പ്രഭാഷാപരമായ പ്രയോഗമാണെങ്കിൽ ഖിത്അ എന്നവിടെ പറയുന്നുണ്ട്. ഖിത്അ എന്താണ്? എൻ്റെ കരളിൻ്റെ കഷ്ണമാണ് ഫാത്തിമ. അങ്ങനെ എത്രയോ ഭാര്യമാർ തങ്ങളുടെ കരളിൻ്റെ കഷ്ണങ്ങളായ ഭർത്താക്കന്മാർക്ക് കരൾ പകുത്ത് കൊടുത്ത് ട്രീറ്റ്മെൻറ്റ് നടത്തുന്നുണ്ട് ഇവിടെ അല്ലേ? അപ്പം അങ്ങനെയൊക്കെയുള്ള സംഗതി, ഇതൊന്നും നമ്മുടെ അധികാരത്തിൽപ്പെട്ടതല്ല. നമ്മുടെ അവയവങ്ങൾ പോലും നമ്മുടെ സമ്പത്തും അതേപോലെ തന്നെ അത് നമ്മൾ മനസ്സിലാക്കുക. അതുകൊണ്ടാണ് പിന്നെയും പറയുന്നത് വലില്ലാഹി മാ ഫിസ് സമാവാതി വമാ ഫിൽ അർദ് വകഫാ ബില്ലാഹി വകീലാ. കേട്ടോ?
നിങ്ങളുടെ വക്കീലായിക്കൊണ്ട് ആര് തന്നെ മതി നിങ്ങൾക്ക്? അള്ളാഹു സുബ്ഹാനഹു വ തആല വേറെ വക്കീലന്മാരാക്കുകയാണ് നമ്മൾ. വക്കീൽ എന്ന് പറഞ്ഞാൽ എന്താ? കൈകാര്യകർത്താവ്. നമ്മുടെ കാര്യങ്ങളെല്ലാം കൈകാര്യം ചെയ്യാൻ നമ്മൾ ആരെയാണ് ഏൽപ്പിക്കേണ്ടത്? അതൊക്കെ നമ്മൾ വക്കീലിനെ ഏൽപ്പിച്ചിട്ടുണ്ട്. മുപ്പൊരു ഉഷാറാൾ ഒക്കെ നമുക്ക് ശരിയാക്കി കൊണ്ടുവന്ന് വരും. ആരെ ഏൽപ്പിച്ച്? വക്കീലിനെ ഏൽപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മളെ വക്കീൽ മോശക്കാരൻ, കുറച്ചധികം ഫീസ് കൊടുത്താലും കേട്ടോ, അധികം ഫീസ് കൊടുത്താലും മൂപ്പരൊക്കെ ശരിയാക്കി, മൂപ്പര് ഫിറ്റാണ് എന്ന് വിചാരിച്ച് നിൽക്കണ്ട. നമ്മളെ കാര്യങ്ങളൊക്കെ ശരിയാക്കി തരേണ്ട വക്കീലായി നമ്മൾ ചുമതലപ്പെടുത്തിയത് ആരെയാണ്? വഖഫാ ബില്ലാഹ്, അല്ലാഹു മതി നിങ്ങൾക്ക്. ആരായി? വക്കീലായിക്കൊണ്ട്, നിങ്ങളുടെ കൈകാര്യകർത്താവായി, നിങ്ങളുടെ കാര്യങ്ങളെല്ലാം ശരിപ്പെടുത്തുന്നവനായി നിങ്ങൾക്ക് അല്ലാഹു മതി എന്നതാണ്. ഇനി വല്ലാതെ നിങ്ങൾ അല്ലാഹുവിനോട് കളിച്ചാൽ എന്ത് ചെയ്യുന്നു? യുദ്ഹിബുക്കും അയ്യുഹന്നാസ്, ജനങ്ങളെ അവനെങ്ങാനും ഉദ്ദേശിക്കുന്നുവെങ്കിൽ നിങ്ങളെ അവൻ ഈ ഭൂമുഖത്തു നിന്ന് തന്നെ നീക്കം ചെയ്യും. മനുഷ്യന്മാര് ഇങ്ങനെ ദുൽമ ചെയ്യുകയാണ് എങ്കിൽ നിങ്ങളെ ഈ ഭൂമുഖത്തു നിന്ന് തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല നീക്കം ചെയ്യും. ഈ യശ, അവൻ്റെ മശിയത്തുണ്ട് എങ്കിൽ യുദ്ഹിബുക്കും, അവൻ നിങ്ങളെ നീക്കം ചെയ്യും. അയ്യുഹന്നാസ്, ജനങ്ങളെ. പിന്നെ അല്ലാഹ് എന്ത് ചെയ്യും? വയഅതി ബിആഖരീൻ, എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല മറ്റൊരു വിഭാഗത്തെ കൊണ്ടുവരും. ഇപ്പം മനുഷ്യന്മാർ തന്നെ ആയിക്കൊള്ളണമെന്നില്ല അവർ കേട്ടോ. ഇതൊരു പരീക്ഷണമാണ് പഠിച്ചോൻ്റെ. അല്ല വേറൊരു പരീക്ഷണം നടത്തും, അങ്ങനെയുമാകാം. നമ്മളിപ്പോൾ എത്ര കാലിലാണ് ജീവിക്കുന്നത്? നടക്കുന്ന എത്ര കാലില? 2 കാലിൽ. അപ്പോൾ ഈ കോലത്തിലുള്ളൊരു ഡിസൈൻ ഇത് നമുക്ക് നൽകിയതാരാണ്? ഹുവല്ലാഹുൽ ഖാലിഖുൽ ബാരിഉൽ മുസവ്വിർ. ഇവിടെല്ലാം ഓരോ സൃഷ്ടികളുടെയും ഡിസൈനർ ആരാ? മുസവ്വിർ ആരാണ്? രൂപപ്പെടുത്തുന്നവൻ ആരാണ്? അല്ലാഹു സുബ്ഹാനഹു വ തആല. നമുക്ക് തന്നെ ഓരോരുത്തർക്കും വ്യത്യസ്തമായ രൂപഭാവങ്ങളാണ്. ഹുവല്ലദീ യുസവ്വിറുക്കും ഫിൽ അർഹാമി കൈഫ യശാ. നിങ്ങൾക്കൊക്കെ നിങ്ങളുടെ മാതാപിതാക്കളുടെ ഗർഭാശയത്തിൽ വെച്ച് തന്നെ ഇങ്ങനെയുള്ളൊരു ഡിസൈൻ നൽകിയത് ആരാണ്? അല്ലാഹുവാണ്. ആ ബോധം നമുക്ക് വേണം. അപ്പോൾ നിങ്ങളെ മനുഷ്യരാകുന്നൊരു വിഭാഗത്തെ തന്നെ ഇവിടുന്ന് നമുക്ക് വേറൊരു വിഭാഗത്തെ കൊണ്ടുവരാം. ഇനി മനുഷ്യരിൽ തന്നെ ഒരു വിഭാഗത്തെ വേറെയും കൊണ്ടുവരാം. 2 രീതിയിലും അതിൻ്റെ തഫ്സീറുണ്ട്. വയഅതി ബിആഖരീൻ വകാന അല്ലാഹു അലാ ദാലിക ഖദീറാ. നിശ്ചയമായും അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതിനെല്ലാം കഴിവുള്ളവനാകും. ഈ ആയത്തിൻ്റെ കുറച്ചും കൂടി വിശദീകരണമുണ്ട്. അടുത്ത ക്ലാസ് അത് വിശദീകരിച്ചുകൊണ്ട് ഇൻഷാ അല്ലാഹ് നമുക്ക് തുടങ്ങാം. സമയമായി. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. റഹ്മാനായ റബ്ബേ, ഞങ്ങളുടെ ജീവിതത്തിൽ അറിഞ്ഞും അറിയാതെയും പറ്റിപ്പോകുന്ന ചെറുതും വലുതുമായ തെറ്റുകൾ രഹസ്യമായും പരസ്യമായും ഞങ്ങളുടെ ജീവിതത്തിൽ വന്ന് ഭവിച്ചവ എല്ലാം ഞങ്ങൾക്ക് നീ പുറത്ത് മാപ്പാക്കി തരണമേ. ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയ എല്ലാവർക്കും മഗ്ഫിറത്തും മർഹമത്തും നൽകണമേ. ഞങ്ങളുടെ ഇണകളിലൂടെ മക്കളിലൂടെ ഞങ്ങൾക്ക് നീ കൺകുളിർമ നൽകണമേ. ഞങ്ങൾക്കിടയിലെ രോഗികൾക്ക് ശിഫയും ശമനവും സൗഖ്യവും നൽകി നീ അനുഗ്രഹിക്കണമേ. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. وصلى الله تعالى على خير خلقه محمد وعلى آله وصحبه أجمعين.